Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, all. Good afternoon, Good ma'am. afternoon. Good afternoon. Prayer ആരാണ്? മാം ഞാൻ ചെയ്യാം. Everything I am, everything I am, everything I be, everything I be, I give it to you, Lord. I give it to you, Lord, and do it thankfully, thankfully. Everything I have, everything I have, all you given me, all you given me, I give it to you, Lord. I give it to you, Lord, and do it thankfully, thankfully. Every song I sing, every praise I bring, everything I do is a gift to you. Is a gift to you. Is a gift to you. Thought of the day. Life is a beautiful one day, 1 hour, 1 minute. Will never come again. So just forget problems and be happy. Thank you. നന്നായിരുന്നു കേട്ടോ. പ്രയർ നന്നായിരുന്നു. നല്ല വോയിസ്. Thank you, ma'am. സൈൻ ഇൻ ആരാണ്? ഞാനാണ് മാം. ആരാണ്? ചേഞ്ച് ഈസ് നോട്ട് ആൻ ഒബ്സ്റ്റക്കിൾ ബട്ട് ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ. മാറ്റം ഒരു തടസ്സമല്ല, മറിച്ച് വളരാനുള്ള അവസരമാണ്. സൈൻ ബൈ ജിഷാന. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ജിഷാന. നമ്മള് പാർട്ട് 4 ഒരു കാര്യം ചോദിക്കണം കേട്ടോ. പാർട്ട് 4 എത്ര ചാപ്റ്റർ എടുത്തു എന്ന് അറിയാവോ? ഒന്ന് ചോദിക്കാൻ ചാപ്റ്റേഴ്സ് ഒക്കെ എടുക്കാന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് യൂണിറ്റ് എടുത്തോ? സ്കൂൾ മാനേജ്മെന്റ് അതിലെവിടം വരെ എടുത്തു? ആദരാമസ് പറയൂ. സ്കൂൾ മാനേജ്മെന്റില് സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലാനിങ് എടുത്തോ? മിസ്സേ, അത് മിസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വേറെ ആരും അത് എടുത്തിട്ടില്ല. വേറെ ആരും എടുത്തിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ, 5 അല്ലേ? ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഇപ്പൊ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണോ ഇപ്പൊ എടുക്കുന്നത്? കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് ആക്ടിവിറ്റി തരുക ചെയ്തത്, ഓരോരുത്തരുടെ ഹാപ്പിനെസിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ. ഓക്കെ, ഞാൻ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കമ്മ്യൂണിക്കേഷൻ ആണ്. പാർട്ട് 4 കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, നോക്ക്. നിങ്ങള് ടെസ്റ്റില് ചെറിയൊരു പ്രിന്റിങ്ങിന് എന്തോ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ഒരു ചാപ്റ്ററിന്റെ ബാക്കിയായിട്ടാണ് അവർ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. എന്റെ ടെസ്റ്റിൽ അങ്ങനെയാണ്. നിങ്ങൾ നോക്കി ഇതേപോലെയാണോന്ന്. യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ നോക്കട്ടെ. അതെ മിസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയ ചാപ്റ്റർ? Yes, ma'am. ഓക്കെ, നമുക്ക് ടീച്ചിങ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ് എന്ത്? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചിങ് അവിടെ എന്തൊരു കാര്യമാവട്ടെ, എന്തൊരു റിലേഷൻഷിപ്പ് ആവട്ടെ, അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ അല്ല. ഞാൻ പറയുന്ന കാര്യം നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായാൽ മാത്രമാണ് ആ ഒരു സക്സസ്ഫുൾ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സോ നമ്മൾ ടീച്ചേഴ്സ് എന്ന രീതിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമുക്ക് നല്ല ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. കാര്യങ്ങൾ മനസ്സിലാക്കി അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എബിലിറ്റിയാണ് ഏറ്റവും വലുത് ടീച്ചിങ്ങിൽ വരുമ്പോൾ. ഓക്കെ, നമുക്ക് ഒരുപാട് നോളജ് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിച്ച് നല്ല അക്കാഡമിക് സ്കോർ ഉണ്ടായിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം.
എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് നമ്മൾ എന്താണോ ഉദ്ദേശിച്ച കാര്യം ആ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ ഒരു വ്യക്തിയോട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺവേ ചെയ്യാനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആസ്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. നമ്മളെ സംബന്ധിച്ചെന്നല്ല, ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നമ്മൾ ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ ചെറുതായിട്ട് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ മീൻസ് പാസിംഗ് ദ ഇൻഫർമേഷൻ ടു അതേഴ്സ്. ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് ദംസെൽഫ് പാസിംഗ് ദ നോളജ് ഓൺലി. ടീച്ചേഴ്സ് എന്ത് ചെയ്യാം, അവര് നോളജ് ആണ് പാസ് ചെയ്യുന്നത്. ബട്ട് ഇൻ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ we pass so much information to the student. ടീച്ചേഴ്സ് എന്താണ് നോളജ് ആണ് പാസ് ചെയ്യുന്നത് പറയും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നത്, അല്ലല്ലോ പുറത്തുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. സോ ബട്ട് ഇൻ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ we pass so much information to the student. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ. അതാണ് കമ്മ്യൂണിക്കേഷൻ. The teachers have to interact not only with the students. നമ്മൾ വിചാരിക്കും ടീച്ചേഴ്സ് ആകെ നിങ്ങളോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മുടെ ടീച്ചർ എന്ന നിലയിൽ കുട്ടികളുടെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, കുട്ടിയുടെ എന്താ പറയാ പോരായ്മകൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാറുണ്ട്, അവന് എന്തെങ്കിലും എബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മുടെ പാരന്റ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സോ കോ ടീച്ചേഴ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനോട് നമ്മുടെ അഭിപ്രായം പറയാറുണ്ട്. അഡ്മിനിസ്ട്രേറ്റേഴ്സ്, നമ്മളിവിടെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ടാവും, ഹെഡ് ഉണ്ടാവും, HOD ഉണ്ടാവും, അവരോടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ രീതി പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് നമ്മളുടെ അഭിപ്രായങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഓർ എനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അവരോട് എന്ത് പറഞ്ഞാലും അത് എന്തിൽ വരും, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഹെഡിൽ വരും. സോ കമ്മ്യൂണിക്കേഷൻ കണ്ടെയ്ൻസ് ദ യൂസ് ഓഫ് സിംബൽസ്, വേർഡ്സ്, ഓഫ് ജസ്റ്റേഴ്സ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സിംബൽസ് യൂസ് ചെയ്യും. നമ്മൾ സിംബൽസ് യൂസ് ചെയ്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. വേർഡ് ഓർ ജസ്റ്റേഴ്സ്, ചില വേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ചില ആക്ഷൻസ് ആയിരിക്കും, ജസ്റ്റേഴ്സ് ആയിരിക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചില സിംബൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മള് റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്തൊക്കെ സിംബൽസ് യൂസ് ചെയ്യില്ല. അതേപോലെ നമ്മൾ മറ്റൊരാളോട് ഇപ്പൊ ഓവർടേക്ക് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഒരു സിംബൽ ഉണ്ട്, ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യൂലേ. ഫ്രണ്ടിൽ ഒരു വണ്ടി പോവാണ്, നമുക്ക് ഓവർടേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഹോൺ അടിക്കാം. അപ്പൊ ഫ്രണ്ടിലെ വണ്ടി ഇങ്ങനെ ഒരു സിംബൽ കാണിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കൂടെ വണ്ടി ഒന്നും വരുന്നില്ല, കയറി പോന്നോളാൻ അർത്ഥം. സോ ദാറ്റ്സ് സിംബൽ, ഒരു കമ്മ്യൂണിക്കേഷൻ സിംബൽസ് ആണ്. നമുക്ക് ഹ്യൂമൻ ബീങ്സിന് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, നമുക്ക് എന്താ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നമുക്ക് ലാംഗ്വേജ് ഉണ്ട്, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സിംബൽസ് ആർ തിങ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. നമ്മൾ നമുക്ക് വേണ്ടി മെയ്ഡ് ചെയ്തിട്ടുള്ള സിംബൽസ് ആണ്. സിംബൽസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ സിംബൽസ് ആണ്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞ സിംബല്, അതേപോലത്തെ വേറെ എന്തെങ്കിലും സിംബിള് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സിംബൽസ് ഉണ്ടോ? ജസ്റ്റ് നമ്മൾ സൂപ്പർ ഗുഡ് ഓക്കെ ഗുഡ് ഓക്കെ 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 എന്ന് പറയും. പിന്നെ ഓക്കെ, അടുത്ത ദിവസം വന്നിരുമ്പോ നിങ്ങൾ സിംബൽസ് ഒന്ന് കമ്മ്യൂണിക്കേഷന്റെ സിംബൽസ് ഒന്ന് നോക്കിയിട്ട് വരാം. ഓരോ സിംബൽസും അതിൻ്റെതായ മീനിങ് ക്യാരി ചെയ്യുന്നുണ്ട് ഇല്ലേ? സൂപ്പർ എന്ന് പറയുമ്പോൾ ഇതാണ് സൂപ്പർ, ആ ഒരു സിംബല് ചില ഓരോ സിംബൽസിനും അതിൻ്റെതായ മീനിങ്സ് ഉണ്ട്. Each symbols carry a meaningful meaning and they are useful for communicating with each other. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ചില കുട്ടികൾ, ചിലപ്പോൾ സിബ്ലിങ്സ് ആയിരിക്കും, അവരുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അവർ ആദ്യം കാണുമ്പോൾ ജസ്റ്റ് കൈ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യും. എനിക്ക് അറിഞ്ഞൂടാ എന്താ സംഭവം, തമ്മപ്പ അങ്ങനെ എന്തോ പറയും. ജസ്റ്റ് എല്ലാവർക്കും അവർ കാണുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇതാണ് അവർ യൂസ് ചെയ്യുന്നത്. It can be picture or sound like a told word. നമ്മളൊരു സ്മൈലി അയക്കാൻ വിചാരിക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടത്തിന്റെ സ്മൈലി ആണെങ്കിൽ ആവശ്യത്തിനുള്ള സ്മൈലി അയക്കും ഇല്ലേ? നമ്മള് ഇവിടെ ഉണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ, ഹാർട്ട് അയക്കാണ്. ഹാർട്ട് അയക്കുമ്പോ എന്താണത്, ലവ്, ഇഷ്ടമായിരുന്നുള്ളൊരു മീനിങ് ആണ്. സോ ചില കാര്യങ്ങൾ നമുക്ക് ഡൗട്ട് വരുമ്പോൾ നമ്മൾ ആ ഒരു പിക്ചർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ ഈ തമ്മ അയക്കുമ്പോൾ സൂപ്പർ ആണെന്നുള്ള രീതിയാണ്, ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സിമ്പിൾ ആണ്. സോ നമ്മൾ ഇവിടെ ക്ലാസ് റൂമിൽ തന്നെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംബൽസ് യൂസ് ചെയ്യാറുണ്ട് ഇല്ലേ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, നമ്മള് വാട്സപ്പിലൊക്കെ ഫുൾ ഇമോജീസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്.
ഉണ്ട്. ഓക്കെ, ഒരാൾ എന്തെങ്കിലും വിഷ് ചെയ്ത് കഴിയുമ്പോഴേക്ക് സ്മൈലി ആയിരിക്കും. നിങ്ങൾ ഉള്ളതാണല്ലോ അങ്ങനെ. നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? പിക്ചേഴ്സ് ഓർ സൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the use of symbols for communicating is defined as language. നമ്മൾ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ സിമ്പിൾസ്, ഈ തമ്പ്, ഈ വരാൻ പോണ സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കാം, ജസ്റ്റ് എന്ത് തിങ്ക് ചെയ്തോണ്ടിരിക്കാം. അത് ഒരു സിമ്പിൾ ആണ്, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് കൺഫ്യൂഷൻ വന്നു, അല്ലെങ്കിൽ വെറുതെ വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആ ഒരു സിമ്പിൾ അയക്കാൻ വിചാരിക്കും. സോ ഈ സിമ്പിൾസ് കമ്മ്യൂണിക്കേഷൻ ഒരു ലാംഗ്വേജ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമ്മളവിടെ എന്ത് ചെയ്യുന്നില്ല, ലാംഗ്വേജ് പറയുന്നില്ല, സംസാരിക്കുന്നില്ല, പക്ഷെ നമുക്ക് ഈ ഒരു ഇമേജസോ അല്ലെങ്കിൽ സിമ്പിൾസോ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ആളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എക്സാം ഒക്കെ എഴുതാൻ നിൽക്കുന്നത് ഓർമ്മയില്ല, നമ്മൾ മുമ്പ് ഡിഗ്രിക്കോ ചെറിയ സ്കൂളിലൊക്കെ എക്സാം എഴുതാൻ പോകുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ പല പല സ്ഥലത്ത് ഇങ്ങനെ ഷഫിൾ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. എക്സാമിന്റെ പേപ്പർ കിട്ടി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ നമ്മൾ പറയും ഫസ്റ്റ്. അപ്പൊ ഓരോ സിമ്പിൾസ് ഞാൻ ജസ്റ്റ് പിള്ളേരെ കണ്ടുപിടിച്ചേട്ടാ. അവര് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കും. ശരിക്കും ഉണ്ടായ സംഭവം ഇങ്ങനെ കാണിക്കും. ഇങ്ങനെ കാണിച്ചിട്ട് ABC ഓപ്ഷൻസ് ആണ്. ABC ഓപ്ഷൻ ആണെങ്കിൽ അവര് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ 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 കാണിച്ചിരിക്കുമ്പോ 4 പ്രാവശ്യം കൊട്ടാണെങ്കിൽ അത് D ആണ് ഓപ്ഷൻ. എന്തൊരു ഐഡിയ എന്നറിയാവോ, ഞാൻ കഴിഞ്ഞ ദിവസം പിടിച്ചാണ്. അപ്പൊ അങ്ങനെ ചെറിയ പിള്ളേർ നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് ഒക്കെ ഇടുമ്പോ അങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ രീതിയിലൊക്കെയാണ് അവരുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പിന്നെ വേറൊരു ഇതില് സംസാരിക്കുന്നില്ല, പക്ഷെ അവർ എന്ത് ചെയ്യുന്നു, സിമ്പിൾസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. നമ്മൾ നല്ല രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അവരിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. പല പല സിമ്പിൾസ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടിവിയിൽ ന്യൂസ് കണ്ടിട്ടുണ്ട്, ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നത്, ഏഷ്യാനെറ്റാണോ മനോരമയാണെന്ന് അറിഞ്ഞോളാം. പക്ഷെ അവിടെ നമ്മുടെ ഡഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ട് അത് പ്രോഗ്രാം? ന്യൂസിലാണെങ്കിൽ 6 o'clock ഈവനിങ് വാർത്തയാണെന്ന് തോന്നുന്നുണ്ട്, സന്ധ്യാനേരം, അങ്ങനെ എന്തൊരു പരിപാടിയില്ല. അപ്പൊ അവര് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ ആ ഡഫ് ആയിട്ടുള്ള പീപ്പിൾസിനും കൂടി മനസ്സിലാവുന്ന രീതിയിലാണ് ആ ലാംഗ്വേജ്. ദെൻ അവർ യൂസ് ചെയ്യുന്നത് സിമ്പിൾസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് സിമ്പിൾസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഇനി ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും തമ്മിലുള്ള റിലേഷൻ. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടീച്ചിങ് ആർ റിലേറ്റഡ്. കമ്മ്യൂണിക്കേഷൻ ടീച്ചിങ് ആർ റിലേറ്റഡ് അല്ലേ? അതെ, ഒന്ന് പറയും മക്കളെ, കമ്മ്യൂണിക്കേഷനും ടീച്ചിങ്ങും റിലേറ്റഡ് അല്ലേ? നാളെ ക്ലാസ്സിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഓക്കെ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട്. എനിക്ക് തോന്നുന്നു നിനക്കൊക്കെ പറ്റും. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ ഫസ്റ്റ് ഞാനൊരു 2-3 ചാപ്റ്റർ മോണ്ടിസോറിൽ എടുത്തപ്പോ ആ ചാപ്റ്റേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങളോട് തന്നെ പറയാൻ പറഞ്ഞു, ഓൺ വേർഡ്സിൽ പറയാൻ പറഞ്ഞു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കറക്റ്റ് ആയിട്ട് എന്നോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ചിലവർ അതിൽ ഞാൻ പറഞ്ഞു കൊടുത്തെങ്കിലും വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഓക്കെ, ടീച്ചിങ്ങും കമ്മ്യൂണിക്കേഷനും വളരെ റിലേറ്റഡ് ആണ്. ബട്ട് ടീച്ചിങ് ഈസ് മോർ ദാൻ മിയർ കമ്മ്യൂണിക്കേഷൻ. ടീച്ചിങ് എന്ന് വെച്ചാൽ കമ്മ്യൂണിക്കേഷനേക്കാളും കുറച്ചും കൂടി കൂടിയതാണ്. കാരണം വ്യത്യാസമുണ്ട്. കമ്മ്യൂണിക്കേഷനും ടീച്ചിങ്ങും റിലേറ്റഡ് ആണ്, പക്ഷെ വ്യത്യാസമുണ്ട് അവിടെ. ആ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾസ് നോക്കാം. സൈക്കിൾസ് ആണ്, പല രീതിയിലുള്ള കുറച്ച് സൈക്കിൾസ് ആണ് അവർ കാണിച്ചിരിക്കുന്നത്. ഓരോ നോക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ക്യാൻ ബി എക്സ്പ്ലെയിൻ വിത്ത് ഷോൺ വീവർ മോഡൽ. ഷോൺ വീവർ മോഡലാണ് ഇപ്പൊ ഈ പറയുന്നത്. ഇവിടെ സെന്റർ ആണ്, ഫസ്റ്റ് സെന്റർ ആണ്. ഫസ്റ്റ് ആരാണ് മെസ്സേജ് പോകുന്നത്? സെന്ററിന്റെ കയ്യിൽ നിന്ന് ചാനൽ വഴി മെസ്സേജ് ആർക്ക് പോകും? റിസീവർക്ക് പോകും. എന്താണ്? സെന്ററിന്റെ കയ്യിൽ നിന്ന് ചാനൽ വഴി മെസ്സേജ് റിസീവർക്ക് പോകും. റിസീവർ ആ മെസ്സേജ് വായിച്ചതിന് ശേഷം അതിന്റെ ഫീഡ്ബാക്ക് അതേ ചാനൽ ഓർ നെക്സ്റ്റ് വേറെ ഏതെങ്കിലും ചാനൽ വഴി നമ്മൾ എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. ഓക്കെ, സെന്റർക്ക് അയച്ചു കൊടുക്കും. ഓക്കെ എടാ, ജസ്റ്റ് തുടങ്ങിയോളൂ. ഞാൻ അവിടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാ സമയത്ത് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ആണ് പറയുന്നത്. എനിക്ക് ഇപ്പോൾ ഒരു കാര്യം ഒരു കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്തു? എനിക്ക് ഫോൺ നമ്പറോ വാട്സപ്പോ ഒന്നും അറിഞ്ഞൂടാ. നിങ്ങളുടെ ഒരു വാട്സപ്പും ഫോൺ നമ്പർ അറിഞ്ഞൂടാ. ഞാൻ നിങ്ങളോട് ചോദിച്ചത് മെയിൽ ID ആണ്. റെക്കോർഡിനെ കുറിച്ച് എന്തോ ഒരു ഡൗട്ടാണ് നിങ്ങൾ ചോദിച്ചത്. റെക്കോർഡിന്റെ എന്തെങ്കിലും കാര്യം ചോദിച്ചത്. സോ എനിക്ക് അറിയാവുന്ന മെയിൽ ID ആണ്. സോ ഞാൻ എന്റെ മെയിൽ എടുത്തിട്ട് ഞാൻ പുതിയൊരു മെയിൽ ഇടും, അല്ല മെയിൽ ടൈപ്പ് ചെയ്യാണ്. സോ ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് ഇൻഫർമേഷൻസ് ഒക്കെ എൻ്റർ ചെയ്തതിനു ശേഷം ആ
ഇമെയിൽ എന്ന് പറയുന്ന ചാനൽ മുഖേന തന്നെ അല്ലെങ്കിൽ ഇന്റർനെറ്റ് വഴി ഞാൻ അത് എന്ത് ചെയ്യും, ആ മെസ്സേജ് സെൻഡ് ചെയ്തു. സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആർക്കാ സെൻഡ് ചെയ്തത്, എസ്റ്റർക്കാണെന്ന് വിചാരിക്കും. സോ എസ്റ്ററിന്റെ ഇൻബോക്സിൽ എന്റെ മെസ്സേജ് വന്നു. എന്ത് ചെയ്തു, എസ്റ്റർ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിസീവ് ചെയ്തു, അത് റീഡ് ചെയ്തു. സോ റീഡ് ചെയ്തു, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ദെൻ എനിക്ക് ഫീഡ്ബാക്ക് കഴിക്കണ്ടേ, സെയിം മെത്തേഡ് തന്നെ എന്റെ മെയിൽ ഐ ഡിയിലേക്ക് എന്ത് ചെയ്യും, എസ്റ്റർ ഫീഡ്ബാക്ക് കഴിക്കണം. കാര്യങ്ങളൊക്കെ മനസ്സിലായി, വ്യക്തമായി എന്ന് പറഞ്ഞിട്ട് ഒരു ഫീഡ്ബാക്ക് എനിക്ക് അയച്ചു. ദെൻ എന്റെ ഇൻബോക്സിൽ ആ ഒരു മെസ്സേജ് വന്നു. ദാറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. ഒരു ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അല്ല ജസ്റ്റ് നമുക്ക് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ മെയിൽ, വാട്സപ്പ്, നമ്മളത് സിമ്പിൾ ആണ്. ഏറ്റവും എന്താ പറയുക, കമ്മ്യൂണിക്കേഷന്റെ നമുക്ക് ഒരാളോട് മുമ്പ് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഭയങ്കരമായിട്ട് ടൈം ലാഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു മെസ്സേജ് പോകണം, അല്ലെങ്കിൽ പോസ്റ്റ് ഇതിന്റെയൊക്കെ വഴി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന കാലത്ത് നിന്ന് മാറി ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സിൽ ഏതൊരു രാജ്യത്തുള്ള ഒരാളായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, വളരെ എളുപ്പത്തിൽ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ് പറഞ്ഞത്. ഇനി അടുത്തതാണ് നോക്കട്ടോ, അടുത്തതാണ് സെൻട്രൽ ഇന്റർഫിയറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സമാണെന്ന് വിചാരിക്കാം. മെസ്സേജ്, റിസീവർ, ഫീഡ്ബാക്ക്, സെയിം നേരത്തെ പറഞ്ഞത് തന്നെ ഒന്നും കൂടി ഒരു വേറെ രീതിയിൽ ഒന്ന് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ചെയ്തിരിക്കുകയാണ്. ഇനി കൂടുതലായിട്ട് ആൾക്കാർ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ചാനലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ടു എക്സ്പ്ലെയിൻ ഹൗ എനി കമ്മ്യൂണിക്കേഷൻ ഒക്കേഴ്സ്, ബെർലോ മോഡൽ ആർ യൂസ്ഫുൾ. ബെർലോ മോഡലാണ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത്. ഇപ്പൊ കൂടുതലായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതും ഈ ഒരു മോഡലാണ്. According to Berlo, any communication process involves the following elements. ഈ പറയുന്ന എലമെന്റ്സ് ഉണ്ട്. ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, ആ കമ്മ്യൂണിക്കേഷൻ എല്ലാം ഈ പറയുന്ന ഒരു എലമെന്റ്സ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് സെൻഡർ ആണ്. സെൻഡർ മെസ്സേജ് ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുമ്പോൾ അത് എൻകോഡ് ചെയ്യാണ്. മറ്റാൾക്കാർ ആരും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മളത് എൻകോഡ് ചെയ്തിട്ട് ചാനൽ വഴി ആർക്ക് പോവാണ്, റിസീവർക്ക് പോവാണ്. റിസീവറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ അത് ഡീകോഡ് ചെയ്തിട്ട് നമ്മളിപ്പോ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങൾ കമ്പ്യൂട്ടർ വഴിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് പോകുന്നത്. സെൻഡർ, എൻകോഡിംഗ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ. ഓക്കെ, റിസീവറിന്റെ കയ്യിലേക്ക് പോകുന്നു. ഇത് ഏത് വഴി, ചാനൽ വഴിയാണ് പോകുന്നത്. ചിലപ്പോൾ ചില ഡിസ്റ്റർബൻസ് ഉണ്ടാവും നമുക്ക് ഈ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിൽ. ചില പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മളിവിടെ നോയ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് താഴെ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാവും എന്താണ് സെൻഡർ, എന്താണ് എൻകോഡ്, എന്താണ് മെസ്സേജ്, എന്താണ് ഡീകോഡ് എന്നുള്ളത് താഴെ പറയുമ്പോൾ മനസ്സിലാവും കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് എന്തൊക്കെയാണ്, ഏതൊക്കെ പ്രോസസ്സിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സെൻഡർ, എൻകോഡിംഗ്, ചാനൽ, ഡീകോഡിംഗ്, റിസീവർ, 5 പ്രോസസ്സിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അപ്പൊ ഏത് മോഡലാണ് നോക്കണം കേട്ടോ. സെൻഡർ ഈസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എവിടെയാണോ ഫസ്റ്റ് ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ്, അല്ലെങ്കിൽ ഫസ്റ്റ് പ്ലേസ്, അതാണ് സെൻഡർ എന്ന് പറയുന്നത്. സെൻഡർ ഈസ് ദ സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഓൾ കമ്മ്യൂണിക്കേഷൻ മസ്റ്റ് ഹാവ് സോഴ്സ്. ഏതൊരു കമ്മ്യൂണിക്കേഷൻ ആവട്ടെ, ഫോർമൽ ആവട്ടെ, ഇൻഫോർമൽ ആവട്ടെ, ഏതൊരു കമ്മ്യൂണിക്കേഷനും അതിൻ്റെതായ ഒരു ഉത്ഭവം ഉണ്ടാവും. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നിങ്ങളോട് കാര്യം പറയുകയാണെങ്കിൽ ഞാനത് എവിടെ നിന്നാണ് കേട്ടത് എന്നുള്ളത്. എനി കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ഫ്രം ദി സോഴ്സ് ഓർ സെന്റർ. ഏതൊരു കമ്മ്യൂണിക്കേഷനും അതിന്റെ സോഴ്സും സെന്ററും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു സെന്റർ ആയി. സെന്ററിൽ ഒരു ഉത്ഭവം ഉണ്ടാവും. സെന്റർ ഹാസ് സം തോട്ട്സ്. സെന്ററിന് ഒരു തോട്ട്സോ ഐഡിയോ ഒരു നീഡോ ഒരു ഇൻഫർമേഷൻ ദാറ്റ് ഹി വിഷ് ടു ഇമ്പാക്ട് ടു അനദർ പേഴ്സൺ ഓർ പേഴ്സൺസ്. മറ്റൊരു വ്യക്തി, ഒരു പേഴ്സണോട് അല്ലെങ്കിൽ കുറച്ച് പേഴ്സൺസിനോട് നമുക്കൊരു കാര്യം പറയണം. എൻ്റെ ഒരു തോട്ട്, എൻ്റെ ഒരു തിങ്കിങ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമാജിനേഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡിയ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യം, അല്ലെങ്കിൽ ഞാൻ ഒരു ഇൻഫർമേഷൻ അവരോട് പാസ് ചെയ്യണം. അതൊക്കെയാണ് ആര് പാസ് ചെയ്യുന്നത്, സെൻഡർ റിസീവറിന്റെ അടുത്തേക്ക് പാസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പേഴ്സണോട് പാസ് ചെയ്യും. അതാണ് സെൻഡർ. നമ്മൾ സാധാരണയായിട്ട് വാട്സപ്പിൽ സെൻഡ് ചെയ്യില്ലേ, മെസ്സേജ് സെൻഡ് ആയോ എന്ന് ചോദിക്കാറില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് ഞാൻ തന്നെ ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ മെസ്സേജ്, ഞാൻ ടൈപ്പ് ചെയ്ത മെസ്സേജ് സെൻഡ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ചിലർ പറയും ഇല്ല, മെസ്സേജ് അങ്ങനെ എന്തൊരു പ്രശ്നം ഉണ്ടെന്ന്. അപ്പൊ അതെന്താണ്, നോയ്സ് ആയിരിക്കും, റേഞ്ച് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഞാൻ വീണ്ടും റീസെൻഡ് ചെയ്യും, നോയ്സ് മാറി നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് സിംബൽസിലേക്ക് കൺവേർട്ട് ചെയ്യും. ചിലപ്പോ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെസ്സേജസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ സാധാരണയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജസ് അത്ര എന്താ പറയാ അത്ര ഇമ്പോർട്ടന്റ് ആയിരിക്കും. ചിലപ്പോ എന്താ പറയാ ഭയങ്കര തമാശക്ക്. പക്ഷേ നമ്മളിപ്പോ ഒരു എന്താ നാഷണൽ സെക്യൂരിറ്റി റിലേറ്റഡ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ആർമി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ
ഡിഫൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ആര് എഴുതാനുള്ള ചാൻസ് ഉണ്ട്? പുറത്ത് നിന്നുള്ള ആൾക്കാര് എന്ത് ചെയ്യാനുള്ള, മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവര് എന്ത് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്? ഹാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എൻകോഡിങ്. ജസ്റ്റ് കുറച്ച് കോഡ്സും സിമ്പിൾസും യൂസ് ചെയ്ത് നമ്മൾ എന്ത് മെസ്സേജ് ആണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു മെസ്സേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? എൻകോഡ് ചെയ്യും. നമ്മൾ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് കുറച്ച് സിമ്പിൾസും കോഡുകളിലേക്കും കൺവേർട്ട് ചെയ്യും. ജസ്റ്റ് കമ്പ്യൂട്ടറിന്റെ ഒക്കെ ആണെങ്കിൽ ബൈനറി ലാംഗ്വേജിലേക്ക് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. കമ്പ്യൂട്ടർ വഴിയാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ജസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും 1 0 വെച്ചിട്ടായിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്പേഴ്സ് ഒക്കെ തന്നെയാണ് 1 0 ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയായിട്ട് തോന്നും. പക്ഷെ അത് എൻകോഡ് ചെയ്ത മെസ്സേജ് ആണ്. ദെൻ ആ ഒരു മെസ്സേജിനെയാണ് നമ്മൾ എൻകോഡിംഗ് എന്ന് പറയുന്നത്. ദ ഐഡിയ ആർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു കോഡ്സ് ഓർ സെറ്റ് ഓഫ് സിമ്പിൾ എസ്പെഷ്യലി ഇൻ ദ ഫോം ഓഫ് ലാംഗ്വേജ്. ലാംഗ്വേജിന്റെ ഫോം. ഓക്കെ, എന്താണ് എൻകോഡിംഗ് എന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നുകൂടി പറയാം. ആരൊക്കെ തട്ടത്തിൽ മറയത്ത് സിനിമ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട് മിസ്സേ. കുട്ടി കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആ കുട്ടി മെസ്സേജ് ഏതൊരു ലാംഗ്വേജിലാണ് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഫാദറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതേ ഒരു ലാംഗ്വേജിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? അവര് ആ ഒരു ഇഷ്ടമല്ല ബർത്ത്ഡേ വിഷ് ചെയ്യുന്നത് അല്ലെ? ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ദാറ്റ്സ് എൻകോഡിംഗ്. ഓക്കെ, ദാറ്റ് ലാംഗ്വേജ്. ഓക്കെ, അപ്പോ അതാണ് എൻകോഡിംഗ്. നമ്മളുടേതായ കോഴ്സിലേക്കും നമ്മളുടേതായ സിമ്പിൾസിലേക്കും ആ ലാംഗ്വേജിലേക്ക് ആ മെസ്സേജിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് എൻകോഡിംഗ് എന്ന് പറയുന്നത്. ദെൻ മെസ്സേജ്, നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ്, അതിനെയാണ് മെസ്സേജ് എന്ന് പറയുന്നത്. മെസ്സേജ് ഇസ് ദ പേഴ്സൺസ് ഫിസിക്കൽ പ്രോഡക്റ്റ് സ്പോക്കൺ വേർഡ്സ്. ചിലപ്പോൾ വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്, ചിലപ്പോ ടൈപ്പ് ചെയ്യുന്ന റിട്ടേൺ മെസ്സേജ് അയക്കാറുണ്ട്. പ്രിന്റഡ് വേർഡ്സ് ആയിരിക്കും, ഓർ എ ഗ്രാഫിക് ഡ്രോയിങ്, an expression of face, a gesture of the hands. The purpose of the source is expressed in the form of message. ജസ്റ്റ് ചിലപ്പോ സ്പോക്കൺ വേർഡ്സ് ആയിരിക്കും. നമ്മൾ വോയിസ് മെസ്സേജ് അയക്കില്ലേ വാട്സപ്പിലൊക്കെ? നമ്മൾ വോയിസ് മെസ്സേജ് അയക്കാറില്ലേ? നമുക്ക് ആ പേഴ്സണോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ജസ്റ്റ് വോയിസ് മെസ്സേജ് അയക്കാണ്. അല്ലെങ്കിൽ പ്രിന്റഡ് വേർഡ്സ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ വിഷ് ചെയ്യാൻ വിചാരിക്കും, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പ്രിന്റഡ് ആയിട്ട് വിഷ് ചെയ്യും. അല്ലെങ്കിൽ ഈസ്റ്റർ ഹാപ്പി വിഷ് അല്ലെങ്കിൽ മെറി ക്രിസ്മസ് ഒക്കെ നമ്മൾ പ്രിന്റഡ് വേർഡ്സ് അല്ലെങ്കിൽ വല്ല ഗ്രാഫിക്കൽ ഡ്രോയിങ്സ് ഒക്കെ പോലെയാണ് നമ്മൾ സെൻഡ് ചെയ്യാറ് അല്ലേ? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? യെസ് മാം, മനസ്സിലാവുന്നുണ്ട്. യെസ് മാം. ഓക്കെ. ദെൻ എക്സ്പ്രഷൻസ് ഓഫ് ഫേസ്. ചിലപ്പോ നമ്മൾ ഇതേപോലെ ഫേസിന്റെ എക്സ്പ്രഷൻസ് ഇടും അല്ലെ? മനസ്സിലായില്ലെങ്കിൽ എക്സ്പ്രഷൻസ് വരുന്നത് ജസ്റ്റ് ഫേസിന്റെ എക്സ്പ്രഷൻസ് ഇടും. ഓർ ജസ്റ്റേഴ്സ് ഓഫ് ഹാൻഡ് ജസ്റ്റേഴ്സ് ഇടും. ജസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഓരോ ഹാൻഡിനും അതിൻ്റെതായ ജസ്റ്റേഴ്സ് ഇടും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മളൊരു മെസ്സേജ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കണ്ടന്റ് നമ്മുടെ എക്സ്പ്രഷൻ ആണ്, എക്സ്പ്രസ്ഡ്. നമ്മുടെ ഫോം ഓഫ് മെസ്സേജ്. നമ്മൾ എന്താണോ നിങ്ങളോട് ഞാനിപ്പോ എന്താണോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ദാറ്റ്സ് മെസ്സേജ്. ഇനി ചാനൽ, ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്. The channels is the medium used to transmit the message. The message transmit ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ മീഡിയത്തെയാണ് ഞാൻ എന്ത് പറയുന്നത്? ചാനൽ എന്ന് പറയുന്നത്. It is a link that connects the source and the receiver. സോഴ്സും റിസീവറും തമ്മിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നൊരു ചാനൽ ആയിരിക്കും ഏത്? സോറി, ഒരു ലിങ്ക് ആയിരിക്കും ചാനൽ എന്ന് പറയുന്നത്. നമ്മൾ തമ്മിലൊരു ചാനൽ ഇല്ലേ? ഞാൻ കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ ലെക്ചർ ചെയ്യുന്നുണ്ട്, നമ്മൾ തമ്മിലൊരു ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഏതാണ്? സോഷ്യൽ മീഡിയ. ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു മീഡിയം മുഖേനയാണ്. സോ ലെക്ചറിങ് ആണ്. ഞാനിവിടെ ചെയ്യുന്നത് എന്താണ്? ലെക്ചറിങ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡ്രാമസ്റ്റിക്കേഷൻ ചെയ്യാറില്ല, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇനി ക്വസ്റ്റ്യനിങ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ പറയും. ആറ് ചാനൽസ് ഇൻ ക്ലാസ് റൂം. നമ്മുടെ ക്ലാസ് റൂമിൽ ചാനൽസ് ആണ് ഈ പറയുന്നത് കേട്ടോ. ലെക്ചറിങ്, ഡിസ്കഷൻ, ഡ്രാമസ്റ്റിക്കേഷൻ, ക്വസ്റ്റ്യനിങ്, അടുത്ത ചാനൽസ്.
ഓക്കെ, ഡ്രാമസ്റ്റിക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ആലോചിച്ചത്, കഴിഞ്ഞ ദിവസം MT6 ബാച്ചിലെ കുട്ടികൾ, ഞാൻ ചെറിയതാണ് കേട്ടോ, അപ്പൊ ക്ലാസ്സിൽ പ്രെയർ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്ത് നമ്മൾ തോട്ട് ഓഫ് ദ ഡേ കഴിഞ്ഞു. അപ്പൊ ഓരോരുത്തരും ക്യാമറ ഓൺ ചെയ്യാണ്. അപ്പൊ ഓരോരുത്തരും ക്യാമറ ഓൺ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നത് ഓരോ ഇമേജസ് ആണ്. ചിലർ മങ്കി ആയിരിക്കും, ചിലർ ഡോങ്കി, അങ്ങനെ പല പല ഇമേജസ്. ചിലപ്പോ മങ്കി, ചിലപ്പോ ലയൺ, ചിലപ്പോ ടൈഗർ, അങ്ങനെ ഒരുപാട് ഇമേജസ്. എന്നിട്ട് അവരൊരു സോങ് പ്രസന്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു 14 പേരാണ് ആ സോങ് പ്രസന്റ് ചെയ്തത്. സൈനിങ്ങിന്റെ ഭാഗമായിട്ട് 14 പേര് എന്ത് ചെയ്തു, ആ സോങ് പ്രസന്റ് ചെയ്തു. എന്തോ ഒരു സോങ് ആയിരുന്നു അത്, അനിമൽസിനെ കുറിച്ചിട്ട് ഉള്ളൊരു സോങ് റിലേറ്റിംഗ് ടു അനിമൽസ്. അപ്പൊ ആ ഒരു ഇമേജസ് ഒക്കെ വെച്ചിട്ട് അവരെന്ത് നല്ല രീതിയിൽ ഡ്രാമറ്റിക്കലി ആ സോങ് പ്രസന്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. കാരണം അവര് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മയാണ് തോന്നിയത്. ഭയങ്കരമായിട്ട് എല്ലാവരോടും ഒരുമിച്ച് ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ട് ആണ് ആ ഒരു കാര്യം പ്രസന്റ് ചെയ്തത്. എല്ലാവരും കൂടി സെപ്പറേറ്റ്, ഈ 14 പേര് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ഈ ഒരു സൈനിന് വേണ്ടി മാത്രമായിട്ട്. ഞാൻ സോങ് ഓർമ്മയില്ല, പക്ഷെ നല്ല രീതിയിൽ അത് പ്രസന്റ് ചെയ്തു. സോ ഡ്രാമാറ്റിക്കലി അവരത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു. സോ അതാണ് ഡ്രാമറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മള് ഇപ്പോ ജസ്റ്റ് എന്തോ ഹൂ ഈസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ പറയും, ആ ഒരു അനിമലിന്റെ പേര് പറയും. അപ്പൊ ആ അനിമൽ വന്നിട്ട് പറയും, ആ ക്യാമറ ഓൺ ചെയ്തിട്ട് ആ അനിമൽ നോ ദാറ്റ്സ് നോട്ട് മീ, വേറൊരു അനിമലിന്റെ പേര് പറയും. അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചോദിച്ച് ഭയങ്കര രസമായിരുന്നു. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. സോ നിങ്ങൾക്ക് അതേപോലെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ സൈനിങ്? അങ്ങനെ മനസ്സിലായോ? തീർച്ചയായിട്ടും മിസ്സേ. കാരണം ഞങ്ങൾക്ക് ഒരു തന്നിട്ടുണ്ടായിരുന്നു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ഫേസ് മാസ്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചറാണോ? അതെ. ഓക്കെ, അങ്ങനെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ നോക്കണോട്ടെ. എല്ലാവരും സെപ്പറേറ്റ് ഫേസ് മാസ്ക് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇഷ്ടമുള്ളത് ഉണ്ടാക്കിക്കോളാനാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒന്ന് ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ഈ അനിമൽസിന്റെ തന്നെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സോങ് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓരോരുത്തരും ഇന്നതാവും റെഡി ആണ് എന്ന് പറയുന്നവർക്ക് ആ ഒരു കൊടുക്കുക. ഫസ്റ്റ് വീക്ക് ഇപ്പൊ നിങ്ങൾ ഒരു 14 പേരെ ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് വീക്ക് അടുത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളൊന്ന് ഒരു നല്ല കോർഡിനേഷനോടെ ചെയ്യണം. നല്ല രസമായിരിക്കും അത്. ഓക്കെ, നന്നായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ചാനൽ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീകോഡാ ചെയ്യുന്നത്. നമ്മൾ ഈ മെസ്സേജ് എൻകോഡ് ചെയ്തിട്ടുണ്ട്, അത് ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കണം. നമ്മൾ അവർ ആ മെസ്സേജ് എന്താണെന്നുള്ളത് നമ്മളുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ നിന്ന് നമ്മളുടെ ലാംഗ്വേജിലേക്ക് മനസ്സിലാക്കണം. ഹിയർ ദ റിസീവർ ഡിറൈവ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദ ഐഡിയ കമ്മ്യൂണിക്കേറ്റഡ്. എന്നിരുന്നാൽ ഡീകോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസീവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവരെന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഐഡിയ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡീകോഡ് ചെയ്യണം. Then receiver ആണ്. The receiver decode the message in the same path as it was transmitted. ഞാൻ എങ്ങനെയാണോ നിങ്ങളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് ആ രീതിയിൽ റിസീവർക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ സക്സസ് ആണ്, ഓക്കെ ആണ്. കാരണം ഞാൻ എന്താണോ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സെയിം പാർട്ടിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് സെന്ററിന്റെ ഒരു എന്താണ് ഒരു ഗുഡ് വിൽ ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഞാൻ എന്തെങ്കിലും ക്ലാസ് എടുത്തിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ, അല്ല മനസ്സിലായി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ് കിട്ടുന്നത്. കാരണം ഞാൻ എന്താണോ കണ്ടന്റ് ഉദ്ദേശിച്ചത് അതേ കണ്ടന്റ് ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോട് ഫീഡ്ബാക്ക് പറയാൻ പറയും. ഒരു ചാപ്റ്ററിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ പറയാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഉദ്ദേശിച്ച കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫീഡ്ബാക്ക് അല്ലെങ്കിൽ പറയുന്നത്. അപ്പൊ റിസീവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം റിസീവർക്ക് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായി. സോ റിസീവർ എന്ത് ചെയ്യും, ഫീഡ്ബാക്ക് ചെയ്യും. എന്താണ് സെന്ററിനോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഫീഡ്ബാക്ക് ഈസ് ദ റിയാക്ഷൻ ബൈ ദ റിസീവർ. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ആരുടെയാണ്, റിസീവറുടെ ഫീഡ്ബാക്ക് reaction ആണ് ട്ടോ. Feedback is the reaction by the receiver that empowers the sender to conclude if the message has been received and understood.
അണ്ടർസ്റ്റുഡ്. നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് സെൻഡർക്ക് റിസീവ് ചെയ്ത മെസ്സേജ് എന്ത് ചെയ്യുന്നു, കൺക്ലൂഡ് ചെയ്യാണ്. അയാൾക്ക് റിസീവ് ആയി, എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞ് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഞാനിത് ക്ലാസ് എടുത്തൊക്കെ മനസ്സിലായോ എന്നത് പറയാണ്. ആ മിസ്സേ മനസ്സിലായി, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണെങ്കിൽ സോ എനിക്ക് ഫീഡ്ബാക്ക് കിട്ടി, എനിക്ക് കാര്യം മനസ്സിലായി എന്ന് എനിക്ക് ഉറപ്പ് വന്നു. Thus after the receiver has decoded and explained the message, he become a source. അപ്പോ എന്താണ്, ഇപ്പൊ ഈ റിസീവർ എന്ത് ചെയ്യും, ആ ഡീകോഡ് ചെയ്ത decode and explain the message, he becomes source. അപ്പൊ ഇദ്ദേഹം ഫീഡ്ബാക്ക് അയക്കുമ്പോ നമ്മുടെ റിസീവർ ആരായിട്ട് മാറും, ഓട്ടോമാറ്റിക്കലി റിസീവർ ഫീഡ്ബാക്ക് സെൻഡർ ആയിട്ട് മാറും. ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. ഞാനീ പറഞ്ഞു ഒരു പ്രശ്നമുണ്ട്, നോയ്സ്. നോയ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു കോസ് ആണ്, ഒരു ബാരിയർ ആണ്. എന്ത് നോയ്സ് എന്ന് പറയുന്നത് ഒരു തടസ്സമാണ് ശരിക്കും പറഞ്ഞ നോയ്സ്. നമ്മളുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ബാരിയർ ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്ന നോയ്സ്. ചിലപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ നോയ്സ് വന്നു എന്ന് പറയാം. മിസ് എന്തോ ഒരു നോയ്സ് ഉണ്ട് കേട്ടോ, അല്ലെങ്കിൽ എന്തോ ഇപ്പോ തോന്നുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ സൗണ്ടിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് തോന്നുമ്പോൾ നിങ്ങൾക്ക് പറയാറ് മിസ് എവിടെ നിന്നോ ഒരു നോയ്സ് വരുന്നുണ്ട്. നോയ്സ് എന്ന് പറഞ്ഞ സൗണ്ട് മാത്രമല്ല, ഡിസ്റ്റർബൻസ് എന്നുള്ളൊരു മീനിങ്ങും കൂടി ഉണ്ട്. സോ അപ്പൊ ഞാൻ പറയും ഞാൻ നോക്കട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ നെറ്റ് ഇഷ്യൂ കാരണം ചിലപ്പോൾ ചില നോയ്സുകൾ വരാറുണ്ട്. അപ്പൊ നമ്മളുടെ ആ മെസ്സേജിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു എഫിഷ്യൻസിയിൽ കുറവ് വരും. നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത്ര കറക്റ്റ് ആയിട്ട് ആക്യുറസിയിൽ കുറവ് വരും. നമുക്ക് കറക്റ്റ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് നോയ്സ്, ഡിസ്റ്റർബൻസ്. നമുക്ക് ആ ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആ ഒരു ഡിസ്റ്റർബൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, noise is a cause for communication. They are the barriers to communication. Noise is anything that reduces the accuracy of clarity of the communication. Our communication the accuracy കുറയ്ക്കാനായിട്ട് കാരണമാണ്. Noise can appear at any point in the process of communication. നമ്മൾക്ക് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊരു പോയിന്റിലും നമുക്ക് നോയ്സ് വരും. ഈ ആദ്യത്തേലാണെങ്കിൽ ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ വരുമ്പോ എന്ത് നോയ്സ് എന്ന് പറയുന്നത്. ഏതൊരു പോയിന്റിലും നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്, തടസ്സം വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോയ്സ് എന്ന് പറയുന്നത്. ഇനി the sender may create noise if he discern an event incorrectly. ചിലപ്പോ സെൻഡർ നോയ്സ് വന്നു, ഞാനില്ലേ മെയിൽ അയക്കും കേട്ടോ, എനിക്ക് എപ്പോഴും പറ്റുന്ന പ്രശ്നമാണ്. ഞാൻ മെയിൽ സെൻഡ് ചെയ്യും. മെയിൽ സെൻഡ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് നെറ്റ് ഓൺ ആക്കിയിട്ടൊക്കെ ഉണ്ടാവും, മെയിൽ സെൻഡ് ആവും. ചില സമയത്ത് അപ്പൊ ഞാൻ ആർക്കാണ് മെയിൽ അയച്ചത് അവരോട് പറയും മെയിൽ വന്നിട്ടില്ലാത്താന്ന് പറയും. ഞാൻ പറയും ഇല്ല ഞാൻ സെൻഡ് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് സെൻഡ് ആയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത് ഡ്രാഫ്റ്റിലേക്കായിരിക്കും പോയി കിടക്കുന്നത്. മെയിലൊക്കെ അയക്കുന്നവർക്ക് അറിയാൻ പറ്റും, അത് ചിലപ്പോൾ നമ്മൾ സെൻഡ് കൊടുത്താലും ചിലപ്പോൾ ഡ്രാഫ്റ്റിലേക്കായിട്ട് പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഒന്നും കൂടി സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. സോ സെൻഡർ മേ ക്രിയേറ്റ് നോയ്സ് ഇഫ് he discern an event incorrectly. ചിലപ്പോൾ നമ്മൾ സെൻഡ് ആവുന്നതിന് മുമ്പ് നെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവും, സോ അത് സെൻഡ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. Then the encoding process may contain noise if faulty symbols are selected to represent the data. അപ്പോ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അപ്പോ അവിടെ എൻകോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയിട്ടുള്ള സിമ്പിൾ യൂസ് ചെയ്യും. സോ ഞാൻ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല കമ്മ്യൂണിക്കേഷൻ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങള് എന്തെങ്കിലും ഒരു വിഷമമുള്ളൊരു കാര്യം പറഞ്ഞു, നമ്മളത് ഒരു സ്മൈലി അയക്കാന്ന് വിചാരിച്ചു. ഞാൻ ജസ്റ്റ് ഒരു സ്മൈലി അയച്ചു, വിഷമത്തിന്റെ അല്ലെങ്കിൽ ഒരു സാഡ്നെസിന്റെ സ്മൈലി ഉണ്ടല്ലോ, ഞാൻ അതാണ് അയച്ചത്. പക്ഷെ ഞാൻ അറിയാതെ ക്ലിക്ക് ആയി പോയത് ഏതാണ്, സ്മൈലി, നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്മൈലി ആണെങ്കിൽ ദെൻ അവിടെ ഒരു നോയ്സ് വന്നതാണ് അല്ലെ. നമുക്കും പറ്റിയിട്ടുണ്ടാവും അല്ലെ, നമ്മള് മെസ്സേജ് മാറിപ്പോവും, അല്ലെങ്കിൽ ജസ്റ്റ് സിംബൽസ് മാറിപ്പോയിട്ടൊക്കെ ഉണ്ടാവും ഇല്ലേ. നമ്മൾ ഉദ്ദേശിച്ചത് ചിലപ്പോ ഒരു തമ്പായിരിക്കും, ഓക്കെ എന്നുള്ള തമ്പായിരിക്കും, ചിലപ്പോൾ ലവ് ആയിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ പല രീതിയിലും നമ്മൾ ഫോൾട്ടി സിംബൽസ് യൂസ് ചെയ്യാം. ദാറ്റ്സ് എൻകോഡ് ചെയ്യുമ്പോൾ ഒരു നോയ്സ്. The channels may contain noise that prevent the message from getting through exactly.
നമ്മൾ ചാനൽസ്, നമ്മൾ ഏത് ചാനൽ മുഖേനയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ചാനൽ വഴി നമുക്ക് ചില സമയത്ത് മെസ്സേജ് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ലാഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. ടൈം കറക്റ്റ് ആയിട്ട് മെസ്സേജ് സെൻഡ് ആവുന്നുണ്ടാവില്ല. നമ്മൾ അയച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് സെൻഡ് ആയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ റേഞ്ച് ഇഷ്യൂ കാരണോ അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടൊക്കെ മെസ്സേജ് സെൻഡ് ആവും. അങ്ങനെ ദ റിസീവർ മേ എൻകോഡ് ദ മെസ്സേജ് ഇൻകറക്ട്ലി ആൻഡ് മിസ്റെപ്രസെന്റ് ദ മീനിങ്. അപ്പൊ റിസീവർ എൻകോഡ് ചെയ്ത സമയത്ത് ഇൻകറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മിസ്റെപ്രസെന്റ് ആയിട്ടായിരിക്കും ആ മീനിങ് എന്ത് ചെയ്തിരിക്കുന്നത്, എൻകോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് അവർക്ക് മനസ്സിലാവാതെ വേറൊരു രീതിയിലായിരിക്കും അവർ എന്ത് ചെയ്തിരിക്കുക ആ മീനിങ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഇപ്പൊ എനിക്കൊരു പ്രപ്പോസൽ വന്നു, അതിനോട് എനിക്ക് താല്പര്യമില്ല. പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ്, അതിനോട് എനിക്ക് താല്പര്യം ഇല്ല എന്നായിരിക്കും ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവര് ഒരു തമ്പ് കൂടി അയച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്നത് എന്തായിരിക്കും, പ്രപ്പോസൽ താല്പര്യം ഉണ്ട്. അപ്പൊ ഇൻകറക്റ്റ്ലി ആണ് ആ മെസ്സേജ് എന്ത് ചെയ്തിരിക്കുന്നത് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോഴും അതിനെ നമ്മൾ എന്ത് പറയും, നോയ്സ് എന്ന് പറയും. നോയ്സ് എന്ന് പറഞ്ഞാൽ എന്തൊരു തടസ്സത്തിനെയും നമ്മൾ എന്ത് പറയും, നോയ്സ് എന്ന് പറയും, ഡിസ്റ്റർബൻസ്. ഓക്കെ, ഒരേ സീരീസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ദെൻ ഒന്ന് ചാപ്റ്ററിൽ അങ്ങനെ റീഡ് ചെയ്ത് ഇത്രയും പോർഷൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കി, നോയ്സിന്റെ കോസസ് വരെ ഒന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ.
റീഡ് ചെയ്തോ? ഡൗട്ട് ഉണ്ടോ? കമ്മ്യൂണിക്കേഷൻ, ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഫീഡ്ബാക്ക്, നോയ്സ്, ഡീകോഡിംഗ്, എൻകോഡിംഗ്, ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മിസ്സേ. ഓക്കേടാ. നിങ്ങൾ മിക്കയിടത്തും പഠിച്ചിട്ടുണ്ടാവും കമ്മ്യൂണിക്കേഷൻ. പല രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേഷൻ പഠിച്ചിരിക്കുന്നത് അല്ലെ? എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് കമ്മ്യൂണിക്കേഷൻ റെഫർ ചെയ്തിട്ടുണ്ടാവും പല ഇതിലും. ഇപ്പോ ചെറുപ്പത്തിലേ തന്നെ പഠിച്ചിട്ടുണ്ടാവില്ലേ? പ്ലസ് ടുവിലൊക്കെ പഠിക്കുമ്പോ കമ്മ്യൂണിക്കേഷൻ സയൻസ് ഗ്രൂപ്പ് അല്ല, കൊമേഴ്സ് ഓർ ആർട്സ് ഗ്രൂപ്പ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുണ്ടാവും. സോ സെയിം തന്നെയാണ്, കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ട് നമ്മൾ. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ക്ലാസ്? ആക്ടിവിറ്റി ഒന്നുമില്ല. നമ്മൾ ഫ്രെയിമുകളൊക്കെ സെറ്റ് അല്ലേ? അതെ, എല്ലാവരും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിം സെറ്റ് ആണ്. കവറ് ഇത് കവർ ചെയ്തു, കളർ ബോക്സ് ചെയ്തു, കളറിംഗ് ബോക്സ് ചെയ്തു അല്ലേ? റെക്കോർഡ് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പൊ അവരോട് എന്താ? കാണിക്കാൻ റെക്കോർഡ് കാണിക്കാൻ മിസ്സേ കഴിഞ്ഞ ക്ലാസ്സിലെ റെക്കോർഡ് സെന്റർ പ്രസന്റ് ചെയ്ത് കാണാൻ പറ്റിയിരുന്നില്ല. പിങ്കി, സ്മിത ചേച്ചി, ദീപിക അവരൊക്കെ. ഞാൻ പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ അൺപിൻ ചെയ്യാം, എന്നിട്ട് ഞാൻ പിങ്കിനെ പിൻ ചെയ്യാം. ഒന്ന് എടുക്കട്ടെ, റെക്കോർഡ് എടുക്കേ, ബാക്കി ഉണ്ടെങ്കിൽ കാണിച്ച് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിങ്കിനെയാണ് ഞാൻ പിൻ ചെയ്യുന്നതായിട്ട് ആദ്യം. ഓക്കെ മാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലാടാ. എന്താണോ ഒന്നും പറ്റുന്നില്ല. അതേ ഇഷ്യൂ ഞാൻ തോന്നുന്നു. എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണോ? എനിക്ക് കാണാൻ പറ്റാത്ത പോലെ തന്നെയല്ലേ? നിങ്ങൾക്ക് ആർക്കും കാണുന്നില്ലല്ലോ? ഇല്ല മിസ്സേ, തന്നെ കാണാനില്ല. സ്മിത ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ക്യാമറ ഓൺ ചെയ്തോ? ഓക്കെ, ക്യാമറ ഓൺ ആക്കിയോ? ഓക്കെ. കാണുന്നുണ്ടോ? ഇവിടെ കഴിഞ്ഞു മാം. പിന്നെ ഇതാ ഇത് കണ്ടോ? ഓക്കേടാ, ഫ്രെയിം. ഫ്രെയിം ഇതിന്റെ ഇപ്പറം നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ഇപ്പറം രണ്ടൊന്നും തന്നെ. പിന്നെ പിങ്ക് കളറ്, പിന്നെ ഇത്, പിന്നെ പിന്നെ ഇതെല്ലാം ഞാൻ ആൽഫബറ്റ്സ് എഴുതിയോ?
നമ്പേഴ്സ് എഴുതിയോ? നമ്പേഴ്സ് ആൽഫബറ്റ്സ് അല്ലാണ്ട് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ടോ? എന്ന് പറയുമ്പോ ഇതിലുണ്ടല്ലോ. പിന്നെ ഇതൊരു അബാക്കസിന്റെ ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഇനി ആരെങ്കിലും റെക്കോർഡ് കാണിക്കാനായിട്ട് റെഡിയാണോ? റെക്കോർഡ് കാണിക്കാൻ മിസ്സായിട്ടുണ്ടായിരുന്നോ? ഞാനൊന്ന് കാണിച്ചോട്ടെ മിസ്സേ. എത്ര ഫീൽ ചെയ്യാട്ടാ. പിൻ ചെയ്തിട്ടുണ്ട്, ക്യാമറ ഓൺ ആക്കിക്കോട്ടാടാ. ഓക്കേടാ. വേറെ ആരില്ലാലോ? നന്നായിട്ടുണ്ടായിരുന്നു. അപ്പൊ റെക്കോർഡുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാം എല്ലാവരും. ഓരോരുത്തർ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാം. എന്താ പറയാൻ വന്നേ, അപ്പാറ്റിക്സിന്റെ റെക്കോർഡ് ടീച്ചറായിരിക്കും പറഞ്ഞിരുന്നത്. അപ്പൊ കൂടുതൽ അപ്പാറ്റിക്സ് നിങ്ങൾക്ക് മിസ് പറഞ്ഞു തരും കേട്ടോ. ഏതൊക്കെയാണ് നമ്മുടെ നോട്ട്സ് മെറ്റീരിയൽസ് എന്നുള്ളത്, എന്തൊക്കെയാണ് യൂസ് എന്നുള്ളത് മിസ് ഡീൽ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ അത് ആ റെക്കോർഡ് ഫിഫ്ത്ത് റെക്കോർഡ് ടീച്ചറാണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് കേട്ടോ. നല്ല ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ചെയ്യേണ്ട റെക്കോർഡാണ്. നമുക്ക് പ്രാക്ടീസ് സെഷനിലേക്ക് പോകുമ്പോഴായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യണേ കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ കംപ്ലീറ്റ് ആണ്. ആൽഫബറ്റ്സ് നമ്പേഴ്സ് കംപ്ലീറ്റ് ആണോ? നമ്പേഴ്സ് പ്രാക്ടിക്കലിന് വരാൻ പറ്റാത്തവരാണോ ചോദിച്ചത്? പറ്റാത്തവർക്ക് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈവി കണ്ടക്ട് ചെയ്യില്ലേ? വൈവി കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് സബ്മിറ്റ് ചെയ്തായിട്ട് വരും. സബ്മിറ്റ് എന്ന് വെച്ചാല് നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യല്ല. നമ്മളിപ്പോ എന്താ പറയാ പേയ്മെന്റ് ചെയ്യുന്ന പോലെ അങ്ങനെയല്ല. ജസ്റ്റ് ആ സമയത്ത് ഞങ്ങൾ ഒന്ന് റെഫർ ചെയ്യും. ആ ടൈമിൽ ചിലപ്പോ ഒരു 20 മിനിറ്റ്സ് ആയിരിക്കും വൈവി വരുന്നത്. ആ ടൈമിൽ നിങ്ങളും ഇപ്പോ ഒരു കുട്ടി ഞാൻ മാത്രം ഉണ്ടാവുള്ള ക്ലാസ് റൂമില് ആ സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങളോട് ഇന്ന റെക്കോർഡ് കാണിക്കാൻ പറയും. ചിലപ്പോ ഏതെങ്കിലും റെക്കോർഡിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് പ്രസന്റ് ചെയ്യാനായിരിക്കും പറയുന്നത്. നമ്മൾ കൊടുത്തിട്ടുള്ള ഇപ്പൊ ഫോട്ടോ ഫ്രെയിം ബട്ടറിംഗ് ഫ്രെയിം അങ്ങനത്തെ എന്തെങ്കിലും ഫ്രെയിമുകൾ ആക്ടിവേറ്റ് ചെയ്യാൻ പറയും. ചാർട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അധികം ചാർട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ നോക്കിയിട്ട് ഈ ചാർട്ടുകൾ നമ്മൾ ചെയ്യാനുണ്ട്. ആ ചാർട്ടുകളൊക്കെ ഓരോന്ന് ചെയ്യാം. നമുക്ക് പ്രാക്ടിക്കൽ സെഷന്റെ സമയമാകുമ്പോൾ കുറച്ചും കൂടി മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ തന്നെ ചെയ്യണ സമയം
5 ടൈം നിങ്ങളുടെ കയ്യിൽ വേണം. സോ ആ സമയമാകുമ്പോൾ നമ്മൾ പറഞ്ഞു തരും എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറഞ്ഞു തരും. ഓക്കെ, ഞാൻ ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? മിസ് അതിനു മുമ്പ് എന്റെ വീഡിയോ ഒന്ന് കാണാൻ പറ്റുമോ നോക്കോ? ഇനി എക്സാമിന്റെ ടൈമിൽ വീഡിയോ കണ്ടില്ലെങ്കിൽ പ്രോബ്ലം ആവില്ലേ? ഒന്ന് നോക്കട്ടെ കേട്ടാ. ശരിയാ, ഞാൻ നോക്കുന്നുണ്ട് പ്രിയ, പക്ഷെ കാണുന്നില്ല. മോൻ ആ സമയത്ത് വേറെ ക്യാമറ ഒന്നും യൂസ് ചെയ്യാൻ പറ്റുമോ, ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കോ? കാണുന്നില്ലടാ. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ഇത്രയും നാള് കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോഴല്ലേ പ്രശ്നം. റേഞ്ച് ഉള്ളോട് ഒന്ന് നോക്ക്. ബാക്കി എല്ലാം കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, എല്ലാം കാണാനുണ്ട്. എല്ലാവരും കാണാം കേൾക്കാം, പക്ഷെ എന്റെ വീഡിയോ ഓൺ ആവണില്ല. എനിക്ക് കാണാനുണ്ട്, മറ്റുള്ളവർക്ക് കാണാനില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കണം, നല്ലതായി. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരും പറയാനില്ല. ആരും പറയുന്നില്ലേ സൈൻ ഔട്ട്? അപ്പൊ താങ്ക് യു, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. Thank you, ma'am.